നിന്റെ സൗന്ദര്യം പോകുന്ന പറഞ്ഞ് നീ പ്രസവം നിർത്തിയതല്ലേ? അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കണം. അല്ല, അപ്പൊ എന്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് കളിപ്പിക്കാലോ. നിങ്ങൾ അങ്ങനെ എങ്ങാനും ചെയ്ത ഒന്ന് നിങ്ങൾ അന്തിയായിരിക്കും. ഇവിടെ ഒന്നിനെ കൊണ്ട് സഹിക്കാൻ പറ്റുള്ള കാരണം അടുത്തത്. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കിനി പ്രസവിക്കാൻ പറ്റില്ല എന്ന് എനിക്കും നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. അതിന് ആ രഹസ്യം ഇനി നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. നീ എന്ത് ഭാവിച്ചാണ്? അതൊക്കെ ഞാൻ പറയാം. ഈ കാര്യത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നീ ആദ്യം കാര്യം പറയും, എന്നിട്ട് ആലോചിക്കാം. 1-2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അമ്മയോട് പറയും. എന്തിന്? അല്ല, നീ എങ്ങനെ പ്രഗ്നന്റ് ആവും? അതൊക്കെ ഞാൻ ആയിക്കോളാം. എന്റെ കൂടെ നിന്നോണം. ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ഞാൻ പറയുന്നതിന് യെസ് മൂളി നിന്നാ മതി. കേട്ടോ? കേട്ടല്ലോ? അമ്മ, എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല മാളു. ഒന്നും ഇല്ലാണ്ടാണോ കരയുന്നേ? അമ്മ ഒറ്റയ്ക്കായി പോയെന്നൊരു തോന്നൽ. അമ്മയ്ക്ക് ഞങ്ങളും ഇല്ലേ കൂടെ? പിന്നെന്താ ഒറ്റയ്ക്കാണെന്ന് പറയണേ? ഇത്രയും ദിവസം നിങ്ങളുടെ അച്ഛമ്മ കൂടെയുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛമ്മയും. അമ്മ വിഷമിക്കാതെ അമ്മ, ഞങ്ങളൊക്കെ കൂടെയില്ലേ. അന്നൊരു കാര്യം ചെയ്യാം, അമ്മമ്മയോട് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറയാം. വേണ്ട, ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അവരോട് നിങ്ങളായിട്ട് ഒന്നും പോയി പറഞ്ഞേക്കല്ലേ. അവരേല് സമാധാനമായിട്ടിരിക്കട്ടെ. അമ്മ ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞായ്ക്ക് ഒട്ടും നല്ലതല്ല. എന്താ അച്ഛാ? ഞാൻ നിങ്ങളുടെ അമ്മേനൊന്ന് കാണാൻ വന്നതാ. സകല കള്ളങ്ങളും പൊളിഞ്ഞിരിക്കല്ലേ. ഞാൻ കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. അച്ഛനൊന്ന് പോയാച്ചാ. എടാ മോനെ, ഈ ലോകത്ത് നിന്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാ. അവള് തന്നെ എന്റെ സ്നേഹം വെറുപ്പാക്കി. പിന്നെ അച്ഛൻ ചെയ്തെല്ലാം നല്ല കാര്യങ്ങളാണോ? അച്ഛനല്ലേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത്? നീ പറഞ്ഞോ, അച്ഛൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ അമ്മ തന്നെ തനിയെ പോണം. ഇത് രണ്ടും നടക്കുമെന്ന് അച്ഛൻ സ്വപ്നം കണ്ട. നടക്കും, അല്ലെങ്കിൽ മോഹനം നടത്തും. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റില്ലേ? എങ്കിൽ നീ പറ, നീ രാത്രി ആരെ കാണാൻ പോയെന്ന്? അത് നിനക്ക് പറയാൻ വയ്യ. അതെന്താടി നിനക്ക് ആരോടും പറയാൻ പറ്റാത്തത്? അപ്പൊ അതാരാ? ഇന്ന് ഞാൻ നിന്റെ അമ്മയെ വിളിക്കുന്നുണ്ട്, അവരും അറിയട്ടെ മകളുടെ മഹത്വം. നമുക്കിടയിലെ പ്രശ്നമൊക്കെ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറയുന്നത്? അവരും അറിയണം. ചിലപ്പോ അവര് പറഞ്ഞാലോ നീ ആരെ കാണാൻ പോകുന്നെന്ന്. അച്ഛാ, അമ്മ ഇപ്പൊ ആരുടെ അടുത്തും ദ്രോഹം ചെയ്യാതിരിക്കല്ലേ? അമ്മയുടെ വഴിക്ക് വിട്ടൂടെ? അവളല്ലേലും അവളുടെ വഴിക്ക് തന്നെയാണല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നതിനും ചെയ്യുന്നതിനൊക്കെ പശ്ചാത്തപിക്കേണ്ട ഒരു ദിവസം വരും. എനിക്കൊരു പശ്ചാത്താപം ഉണ്ടാവില്ല. പശ്ചാത്തപിക്കും നിങ്ങൾ. ഇതെന്റെ വാക്കാ. ഒന്നും പറയാനില്ലാതെ ഇതുപോലെ ഉത്തരം മുട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ പറയാൻ നല്ലതാ. പറഞ്ഞു ജയിച്ചു എന്ന് സ്വയം ആശ്വസിക്കുക. മക്കളെ, നിങ്ങൾ ഏത് നേരം ഇതിന്റെ ഒപ്പം കിടന്ന് കറങ്ങണ അത്ര നല്ലതല്ല. അത് സാരമില്ല, ഞങ്ങളുടെ അമ്മയല്ലേ, ഞങ്ങൾ അങ്ങ് സഹിച്ചു. അമ്മ ഈ ആരെ കാണാൻ പോയ കാര്യം ഈ പറയുന്നത്? ആദ്യം അച്ഛമ്മ പറഞ്ഞു, ഇപ്പൊ അച്ഛനും പറഞ്ഞിട്ട് പോയി. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മ ചെയ്തതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്.
അമ്മയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ ഒന്നും അല്ല അമ്മ. അതൊക്കെ ഞങ്ങൾക്കറിയാം. അമ്മ സമാധാനമായിട്ടിരിക്കും. ആ അത് തന്നെ. മോനാണല്ലോ. ആ മോനാ പറയടോ. എപ്പോഴാ വക്കീൽ നോട്ടീസ് അയക്കുന്നത്? താൻ തന്നെ അമ്മോട് സംസാരിച്ചോ? നിങ്ങൾ എന്നെ പറ്റി എന്താണ് വിചാരിച്ച വക്കീലെ? എൻ്റെ അമ്മ അവളെ തള്ളി പറഞ്ഞു. പിന്നെ അല്ല. അപ്പൊ ഇനി വക്കീൽ നോട്ടീസ് വന്നാലും അവരുടെ കൂടെ നിൽക്കാൻ ആരും കാണില്ല അല്ലേ? ആരും ഇല്ലെന്ന് വെച്ചാ പിള്ളേരും പ്രകാശനൊക്കെ അവളോടൊരു ചായ്വുണ്ട്. അതൊന്നും സാരമില്ല. അമ്മ തള്ളി പറഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇനി താൻ വെയിറ്റ് ചെയ്തിരുന്നോ, ആവണിയുടെ കയ്യിൽ വക്കീൽ നോട്ടീസ് വരും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക വക്കീലെ. ശരിയടോ. വക്കീലേ, കഴിഞ്ഞ ദിവസം മോഹൻ എന്തിനാ വന്നത്? മോൻ എന്നെ കാണാൻ വന്നു. വക്കീലിനെ കാണാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്തിനാണെന്നാ ചോദിച്ചത്. സുധ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഇടപെടരുതെന്ന്. അതുകൊണ്ട് ഇതും എന്റെ പ്രൊഫഷണൽ കാര്യമാണ്. അതുകൊണ്ട് സുധ ഇതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അത് ശരി. അപ്പൊ മോഹൻ വന്നത് വെറും നാരായണനെ കാണാനല്ല, വക്കീൽ നാരായണനെ കാണാനാ. അതെ. വക്കീലെ, ഞാനൊരു കാര്യം പറയാം. ആവണി ഒരു പാവമാണ്. മോഹന്റെ കൂടെ കൂടി അവളെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നമ്മൾ പരസ്പരം ജോലിയുടെ കാര്യത്തിൽ ഇടപെടില്ലാൻ തീരുമാനിച്ചാൽ ഇനിയിപ്പോ അതിനൊരു മാറ്റം വരുത്തണോ? ഓ, മനസ്സിലായി. അപ്പൊ മോഹൻ രണ്ടും കൽപ്പിച്ചാണല്ലേ? അങ്ങനെയും പറയാം. ശരി. അപ്പൊ നിങ്ങൾ എന്തായാലും ശരിയുടെ ഭാഗത്ത് നിൽക്കത്തില്ല. ഞാൻ എന്റെ ക്ലൈന്റിന്റെ ഭാഗത്തല്ലേ സുധ നിൽക്കേണ്ടത്. ശരി വക്കീലെ, നിങ്ങൾ തീരുമാനിച്ചല്ലേ, അതുപോലെ നടക്കട്ടെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ ഞാൻ ആവണിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. അവസാനം കേസ് കഴിയുമ്പോൾ മോഹൻ ജയിലിലോ ആവും. അത് സുധ വക്കീൽ നാരായണൻ കോടതിയിൽ വാദിക്കുന്ന കാണാത്തോണ്ട് പറയുന്ന. ഏത് വക്കീലിനെ കൊണ്ടുവന്നാലും മോഹനും ആവണിയും ഡിവോഴ്സാവും. അവരുടെ കുട്ടികൾ മോഹന്റെ കൂടെ തന്നെ പോകും. ഓ, അപ്പൊ അതിനാണ് മോഹൻ കാണാൻ വന്നത് അല്ലേ? നമുക്ക് കാണാൻ വക്കീല് ആരാരുടെ കൂടെ പോകുന്നു കേട്ടോ. അമ്മ സുധാന്റെ വിളിക്കണു. ഹലോ, പറയാ ചേച്ചി. ആവണി, അടുത്ത ആരെങ്കിലും ഉണ്ടോ? മോനകത്ത് പോയിക്കോ, ചെല്ല്. ശരി. ഇല്ല ചേച്ചി, പറഞ്ഞു. അമ്മ എങ്ങനെയുണ്ട്? മനംമാറ്റം വല്ലതും ഉണ്ടോ? ഉണ്ട് ചേച്ചി. പോസിറ്റീവ് ആണോ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ ചേച്ചി. അയാൾ അമ്മയോട് എന്തെങ്കിലും കഥയൊക്കെ മെനഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും. അതാ അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം പോയത്. ആവണി, നീ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചൊന്നും വരുത്തി വെക്കരുത് കേട്ടോ. അതൊന്നും ഇല്ല ചേച്ചി. ചേച്ചി എന്താ വിളിച്ചത്? ഞാൻ ചുമ്മാ വിളിച്ചതാ, നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാനായിട്ട്. ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്നാ. ആവണി, അതിപ്പോ ഞാൻ അവിടെ വരുന്നതും നിന്നെ വിളിക്കുന്നതൊന്നും അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. സംസാരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്താണേലും പറഞ്ഞോ. ഞാനിപ്പോൾ തന്നെ ആകെ തകർന്നിരിക്കുക. ചേച്ചി ഇപ്പം എന്ത് പറഞ്ഞാലും അത് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളൂ. 2-3 ദിവസം കഴിഞ്ഞ് അറിയുകയാണെങ്കിൽ പിന്നെ ഞാനതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ? അതുകൊണ്ട് എന്താണേലും പറ. ഒന്നുമില്ല ആവണി, നീ സേഫായിട്ടിരിക്കേ. തൽക്കാലം വേറൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എന്നാ ശരി ചേച്ചി. ശരി ആവണി. ഇത്രയും തകർന്നിരിക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ പറയും ഭർത്താവ് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന്? എന്തൊരവസ്ഥ അവളുടെ. ഇങ്ങോട്ട് നിൽക്ക്. വേഗം പറ, എവിടേക്കാ പോവാ? എവിടെ പോകാൻ? നീ എന്തേ പറയണേ? രാവിലെ നിങ്ങളോട് ഞാൻ സെക്കൻഡ് ഹണിമൂൺ പോണെന്ന് പറഞ്ഞതല്ലേ? സെക്കൻഡ് ഹണിമൂണാ? നിനക്കെന്താ പ്രാന്തായ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ എന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞ എന്റെ കൂടെ നിന്നോണെന്ന്. ശരിക്കും നിന്റെ പരിപാടി എന്താ? അത് പറ. ഒരു പരിപാടിയുമില്ല. തൽക്കാലം നമ്മൾ കറങ്ങാൻ പോകും, നമ്മൾ മാത്രം. അവിടെ ചെല്ലുമ്പോ
ഇവിടുത്തെ മൊത്തം കുടുംബം അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹണിമൂൺ ആയിരിക്കില്ല, നിങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും. ശരി, നീ പറയുന്ന പോലെ നമ്മൾ കറങ്ങാൻ പോയി നോക്കി. എവിടെ പോവും, എങ്ങനെ പോവും, എപ്പോ പോവും? നമ്മൾ നാളെ പോവും. എവിടെ പോവെന്ന് ചോദിച്ചാ കുറച്ചു ദിവസം കറങ്ങാം, മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടട്ടെ, എന്നിട്ട് സമാധാനമായിട്ട് ഫ്യൂച്ചർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവല്ല. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, നാളെ നമ്മൾ പോകുന്നു. അപ്പൊ ദേവോ? ആ ദേവുവിന്റെ കാര്യം ഞാൻ ആലോചിക്കട്ടെ. ഇടി അവളും വരട്ടെ, അവൾക്ക് എൻജോയ് ചെയ്യാലോ. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നീ എന്തോന്ന് വെച്ചാ ആലോചിക്ക്. എന്നാ നിങ്ങൾ കഴിക്കാൻ വാ, ഞാൻ അവിടെ കുറച്ച് നമ്പറൊക്കെ ഇറക്കും, നിങ്ങൾ കൂടെ നിന്നോണം. അമ്മ, ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ? ഞാൻ എടുത്തു തരട്ടെ? ഞാൻ എടുത്തു കഴിച്ചോളാം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാ. അമ്മ എന്താടാ? കഴിക്കണ്ടേ? കഴിക്ക. നീ എന്താ പറഞ്ഞ? ഈ പ്രകാശേട്ടന് ഒരേ നിർബന്ധം, കുറച്ചു ദിവസം എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ ഒന്ന്. അതിനെന്താ നിങ്ങൾ പോയിട്ട് വാ. നിങ്ങള് മൂന്നുപേരും കൂടെയാണോ പോണത്? അതെ അമ്മ, പക്ഷേ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ? നിങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ട് വാ, ഇവിടെ എന്ത് പ്രശ്നം? നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് പോയി കറങ്ങിയിട്ടൊക്കെ വാ. ദേവു, മോൾ ഇവരുടെ കൂടെ പോകുന്നു അതോ അച്ഛമ്മയുടെയും മാളുവിന്റെയും അബിയുടെയും കൂടെ ഇവിടെ നിൽക്കുന്നു? ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിനക്കപ്പോ ഞങ്ങളുടെ കൂടെ വരണ്ടേ? ഞാൻ ഇവിടെ നിന്നോളാമേ. അവൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ, നിനക്കെന്താ പ്രശ്നം? എന്നാ അമ്മ പറയും പോലെ അല്ലേ പ്രകാശേട്ടാ? ആ, നീ പറയുന്ന പോലെ അല്ല, അമ്മ പറയുന്ന പോലെ തന്നെ. എന്നാ അമ്മയേട്ടനും കഴിക്കുമ്പോ ദേവനും കൂടി കൊടുത്തേക്ക്, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. വാ പ്രകാശേട്ടാ. പ്രകാശേട്ടാ, നിങ്ങൾ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ദേവുനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് നമ്മളെങ്ങനെ ട്രിപ്പ് പോണേ? എനിക്ക് എന്തോ പോലെ. അതിന് ദേവുനെ നമ്മളിവിടെ നിർത്തുന്നില്ലല്ലോ. നിർത്തുന്നില്ലേ? ഇല്ല, ദേവു നമ്മുടെ കൂടെ വരുമല്ലേ. ഇപ്പൊ നീ അമ്മേനോട് പറഞ്ഞത് ഇവിടെ നിർത്താണെന്നാണല്ലോ. അമ്മയോട് ഞാൻ അങ്ങനെ പലതും പറയും. എന്റെ അഞ്ചു, 2-3 ദിവസമായിട്ട് നീ പറയണ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാനൊരു നമ്പർ ഇറക്കും, കൂടെ നിന്നോണെന്ന്. നമ്പറാ? അന്ന് നീ നമ്പറൊന്നും ഇറക്കിയില്ലല്ലോ. ഇനി നമ്പർ ഇറക്കും, നിങ്ങൾ കണ്ടോ. അതിന്റെ ആദ്യ പടിയാണ് ഇന്നലെ ദേവുനെ ഇവിടെ നിർത്തുന്നു പറഞ്ഞത്. എടി, ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, ഞാൻ പറയുന്നങ്ങ് അനുസരിച്ചാ മതി. എടി, ഇതിനെന്ത് മധുരോ? എനിക്ക് മതി. പ്രകാശേട്ടാ, വൈകിട്ട് ഇറങ്ങണം, ലേറ്റ് ആക്കരുത്. ശരി. പിന്നെ ചിലപ്പോ 1-2 മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിലൊരു ബോംബ് പൊട്ടും. ബോംബാ? എടി, ഇതിനും മാത്രം ബോംബ് നിന്റെ എവിടെന്നാ? ആ പൊട്ടും പറഞ്ഞാ മതി. അവളുടെ ഉദ്ദേശം എന്താണാവോ? അതെ, ഞാനും പ്രകാശനും കൂടി പ്ലാൻ ഇട്ടതാ, ഒരു കുഞ്ഞു കൂടി വേണമെന്ന്. അപ്പോഴാണ് അമ്മ കൂടി പറഞ്ഞത്, അമ്മയ്ക്ക് അമ്മയുടെ മകന്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന്. അപ്പൊ പിന്നെ പ്രകാശേട്ടനും പറഞ്ഞു നമുക്കൊരു കുഞ്ഞു കൂടി ആകാന്ന്. എടി, സത്യത്തിൽ ഇതൊരു ബിസിനസ് ട്രിപ്പ് അല്ല, ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂണാണ്. വീട്ടിൽ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ബിസിനസ് ട്രിപ്പാന്നൊരു കള്ളം പറഞ്ഞു. ഇവിടെ എന്തേലും ഒരു സമാധാനം വേണ്ടേ, അതുകൊണ്ട് കുറച്ചു ദിവസം മാറി നിൽക്കാന്ന് വെച്ചു. ശരിയടി, ഞാൻ നിന്നെ വിളിക്കാം. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സംസാരിച്ചൊന്നും കേട്ടില്ലല്ലോ. ഞാനൊന്നും കേട്ടില്ല. അത് നന്നായി. അമ്മ ഇന്നലെ രാത്രി വീണ്ടും മുറിയിൽ വന്ന് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം.
വെറുതെ പറഞ്ഞല്ലാന്ന്. അപ്പൊ പിന്നെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? സത്യത്തിൽ അതുകൊണ്ടൊന്നുമല്ല ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇതാവുമ്പോ ഇതും പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഇടക്കിടക്ക് കുത്തി നോവിക്കാലോ. എനിക്കൊരു സന്തോഷം. എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണോ നീ പ്രസവിക്കാൻ തീരുമാനിച്ചത്? പിന്നല്ലാതെ എനിക്ക് ഭ്രാന്താണല്ലോ അങ്ങേരുടെ അമ്മ പറഞ്ഞ ഇവിടെ പ്രസവിക്കാൻ നിൽക്കാൻ. ഇത് നിങ്ങളെ തോൽപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നത് ഞാൻ. നല്ല കാര്യം അഞ്ജു, നല്ല കാര്യം. ഒന്ന് കുത്തി നോവിച്ചപ്പോ എന്തൊരാശ്വാസം. ഇത് കണ്ടോ? നല്ല രസമുണ്ട്. നിന്റെ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ് തപ്പട്ടെ. ഇത് എന്ത് കോലോ ഇതുണ്ടോ? ഇന്നലെ എടുത്ത പണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനില്ല, ഞാൻ നിങ്ങളുടെ എടുത്തു. നല്ല രസമുണ്ടല്ലേ? ആഹാ, എല്ലാരും ഇവിടെ ഇരുന്ന് ഫോണിൽ കളിയാ. താഴോട്ട് ഇറങ്ങി വാ, ഭക്ഷണം കഴിക്കാം. അമ്മ, ദേവുവിന്റെ അച്ഛനും അമ്മയും പോവല്ലേ, അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുക. ഞാനൊക്കെ ആയിരുന്നെങ്കിലേ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നെ. ഇവിടെ ഒരുത്തിയാണെങ്കിലോ കൊണ്ടുപോകത്തേനെ സന്തോഷിക്കണം. കുഞ്ഞുവാക്ക് എനിക്കും വെച്ചു തുടങ്ങിയ കുഞ്ഞുവാവ അനങ്ങാനൊന്നും ആയില്ല മോനെ. ദേവു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവരുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോരുതെന്ന്. അതെന്താ കുഞ്ഞുമ്മ? ദേവ് എന്റെ അമ്മയോട് സംസാരിച്ച കുഴപ്പം? എന്റെ മോൾ ആരോടൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അതിന് നീ ഇടപെടണ്ട. എന്താണ് ഇവിടെ എത്ര ബഹളം? അമ്മ, ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലേ എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന്. സോറി അമ്മ, എനിക്കിനി അത് പറ്റില്ല. എന്റെ മോള് ഇവരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടപഴകുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെന്താടി ഏട്ടത്തിയോട് മിണ്ടിയ കുഴപ്പം? പിന്നെ ഒരു ഏട്ടത്തിയൊക്കെ നിങ്ങൾക്ക്, എനിക്കങ്ങനെയല്ല. ഇവര് ചെയ്തു വെച്ചത് വേണ്ട ഇപ്പൊ ഭർത്താവിന് വേണ്ട, മുമ്പ് കൂടെ നിന്നിരുന്ന അമ്മയ്ക്ക് വേണ്ട. അതാണ് ഇവരുടെ മഹത്വം. ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ എന്റെ മോള് ഇടപഴകണ്ട, അത്രേ ഉള്ളൂ. ഞാൻ ദേവുവിനോട് സംസാരിക്കാൻ വരുന്നില്ല, ഇതുപോരെ? ഇതിപ്പോ പറയും, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീഡം ആണല്ലോ. സ്വന്തം മക്കളെ ഒറ്റ ദിവസം കൊണ്ട് അച്ഛനെതിരെ തിരിച്ച ആളില്ലേ? എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോയാ നമ്മൾ തിരിച്ചു വരുമ്പോ ഇപ്പോൾ എന്റെ മുഖത്ത് നോക്കി ചോദിക്കും ഇവരാരാണ്. എന്തായാലും കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കുന്നേക്കാളും ഭേദം അമ്മയുടെ കൂടെ നിൽക്കുന്നതാ. എന്നിട്ട് എന്ത് പഠിക്കാൻ? രാത്രി ആരും കാണാതെ ഇറങ്ങിപ്പോയി ആരെങ്കിലും കാണാനാ? എന്നിട്ട് വാ തുറന്ന് കള്ളം മാത്രം പറയാനാ? എന്റെ മോളെ തൽക്കാലം ഞാൻ വളർത്തിക്കോളാം. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ദേവു നിങ്ങളെ കൂടെ വരട്ടെ, അതാ നല്ലത്. അവൾക്ക് എന്തായാലും വെക്കേഷൻ ആണല്ലോ, അവൾക്കും ഒരു ഉല്ലാസയാത്ര ആകുമല്ലോ. നിങ്ങൾ എന്ത് നോക്കിക്ക, ഇങ്ങോട്ട് വാ. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? കുഞ്ഞമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലേ, കുഞ്ഞമ്മയോട് പോവാൻ പറ. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ? ദേവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? ദേവിനെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ മാനിയായിട്ട് ചെയ്താ പോരെ? അതുപോരാ, എനിക്ക് അവരെ വേദനിപ്പിച്ച് തന്നെ ചെയ്യണം. ഇതാണോ നിന്റെ നമ്പർ? അതെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് നല്ല പ്രാന്താസ്റ്റി കൊണ്ടുവച്ചാ അസൂയും കുശുമ്പും പൂത്ത് വട്ടയതാ. ഡി, നീ ഇത് പറയും. പ്രസവിച്ചത് ഞാനാണെങ്കിലും കൂറ് മുഴുവൻ അപ്പുറത്തല്ലേ? അങ്ങനെ തന്നെയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കേട്ടാ.
ഇനി നിന്റെ കയ്യിൽ ഇതുപോലത്തെ വേറെ വല്ല നമ്പറും ഉണ്ടോ? ഇനി പോയിട്ട് വന്നിട്ട് ട്രിപ്പ് പോയിട്ട് വേണം എനിക്ക് സമാധാനമായി ഒന്ന് ആലോചിക്കാൻ. എന്താലോചിക്കാൻ? അതൊക്കെ ഞാൻ സമയമാകുമ്പോ പറഞ്ഞോളാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ ലിസ്റ്റ് തരാം, നിങ്ങൾ വാങ്ങിട്ട് വാ. ഞാനും വരുന്നു. അത്ര നേരം ഈ അമ്മയെ സഹിക്കണ്ടല്ലോ. വാ, അപ്പൊ ലിസ്റ്റ് വേണ്ടേ? വാട്സപ്പിൽ അയച്ചാ മതി. പ്രകാശ, ടൂറ് പോകുന്ന സ്ഥലത്ത് സമാധാനം തരുമോ നിങ്ങളെ ഭാര്യ? എനിക്ക് തോന്നുന്നില്ല മോളെ. എന്റെ അനുഭവം വെച്ചിട്ട് തരില്ലെന്നാ തോന്നുന്നത്. ആ, എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. നമുക്ക് എല്ലാരെയും വിളിച്ചോണ്ട് പോയാലോ? അപ്പൊ രസാവില്ലേ? ഒരു രസം ഉണ്ടാവില്ല. എല്ലാരും കൊണ്ടുവന്നാലേ അവളെന്നെ തട്ടൂന്ന് പറഞ്ഞേക്കണേ. തട്ടൂന്ന് പറഞ്ഞാ തട്ടും. എന്നാ നമുക്ക് മാത്രം പോവാ. നമ്മളെ വിധിയാണെന്ന് വിചാരിച്ചാ മതി. ഇതിനും വലുതേ നമുക്കൊന്നും വരാനില്ല. ആ മദനാ, ഒരു രജിസ്റ്റേർഡ് അല്ലേ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ? അല്ല, വക്കീൽ നോട്ടീസാ. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. അമ്മ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നോ? കാണിച്ചേ. ഇത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ല. പിന്നെ അത് സെലക്ഷൻ മെമ്മോയാ മോളെ. ആ അതെ, ഇത് സെലക്ഷൻ മെമ്മോയാ. ഇനി ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടേ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുള്ളൂ. ആണോ? കൺഗ്രാറ്റ്സ് അമ്മ, കൂടെ കൈ. പിന്നെ ഇപ്പൊ മനസ്സിലായല്ലോ, ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. പിന്നെ അമ്മ, ആ എക്സാമിന്റെ കാര്യം മറച്ചു വെച്ച പോലെ ഈ കാര്യവും ആരോടും പറയാതിരിക്കുന്ന നല്ലത്. അതാ സേഫ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ അവനി. ആനന്ദക്കണ്ണീരാണല്ലോ.